ഇതാണ്ട് ലേഡി പപ്പായ കണ്ടില്ലേ? ഇത് കണ്ട നിലത്തുനിന്ന് ഇതിന്റെ അടിയിലത്തെ പപ്പായ ഞങ്ങൾ പഴുത്ത് വിളവെടുത്തതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഉണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ യാതൊരു പര്യടനങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും കണ്ട താഴെന്ന് തന്നെയാണ് പപ്പായ കായ്ച്ചേക്കണത്. അപ്പൊ ഇവിടെ വെച്ച് ആദ്യം തന്നെ ഇത് വെച്ചപ്പോ തന്നെ ഒരു മുരടിപ്പൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ചെനപ്പ് വന്നതിലും ഇപ്പൊ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത ദിവസമാണ് നമ്മ ഇതിന് പരിചരണങ്ങളൊക്കെ കൊടുത്തത്. അപ്പൊ റെഡ് ലേഡി പപ്പായ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് നേരത്തെ തന്നെ പപ്പായ ഉണ്ടാവും. പിന്നെ പപ്പായ നമുക്ക് താഴ്ന്നേ തുടങ്ങി പപ്പായ ഉണ്ടാവും. ഒരുപാട് നാള് നമുക്ക് പപ്പായ പറിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നാടൻ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് കുറേ വലുതായിട്ട് വേണം പപ്പായ ഉണ്ടാവാനായിട്ട്. പിന്നെ നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറിച്ച് താഴേക്കിടുമ്പത്തിന് അത് കേടായിട്ടുണ്ടാവും പഴുക്കുമ്പോൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പരിചരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വിളവെടുത്താലും കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയതാണ് റെഡ് ലേഡി പപ്പായ. ഇപ്പോൾ റെഡ് ലേഡി പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിളവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകുമൊന്നുമില്ല. പിന്നെ ഉള്ളിൽ നല്ല റെഡ് കളറായിരിക്കുള്ളൂ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനൊക്കെ. അപ്പോൾ ഇന്നെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പപ്പായാണ് റെഡ് ലേഡി. നമുക്ക് കടകളിലൊക്കെ വന്നതില്ലേ, അതൊക്കെ റെഡ് ലേഡി പപ്പായാണ്. പക്ഷെ കടകളിൽ വന്ന പപ്പായ എന്ന് വെച്ചാൽ അതിൻ്റെ മെയിനായിട്ടുള്ള പപ്പായനൊക്കെ എടുത്തിട്ടുള്ള പപ്പായ വന്നത്. നമുക്കത് കഴിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമുക്ക് ലേഡി പപ്പായ വളർത്താനായിട്ട് വലിയ സ്ഥലമൊന്നും വേണ്ട. നമുക്ക് കണ്ട ഇതേപോലെ കുറഞ്ഞ സ്ഥലം മതി. പിന്നെ നമുക്ക് ബക്കറ്റിലും സ്ഥലമില്ലാത്തവർക്ക് ടെറസിലൊക്കെ വെക്കാൻ പറ്റിയാണ് റെഡ് ലേഡി. നമുക്ക് ഒരു പപ്പായ മരം വെച്ചാൽ തന്നെ മതി. നമുക്ക് കറിക്കും പഴുപ്പിക്കാനൊക്കെ ഇഷ്ടം പോലെ പപ്പായ കഴിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പരിചരണം കുറഞ്ഞതിൻ്റെ പേരിലും പിന്നെ ഇത് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് വന്ന ചെനപ്പിലാണ്. കളയാന്ന് വിചാരിച്ച് നിർത്തിയ പപ്പായ ആയിരുന്നു. പക്ഷേ വീണ്ടും നിർത്തിയപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വന്നതാണ്. നമ്മൾ ഇതിന് അത്യാവശ്യം ഇപ്പോൾ പരിചരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള പപ്പായ ഇതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പപ്പായയുടെ തന്നെയാണ് റെഡ് ലേഡി. പിന്നെ പപ്പായ എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കറിയാം വൈറസ് രോഗങ്ങളൊക്കെ കൂടുതലാണ് പപ്പായ. അത് നമ്മുടെ സംരക്ഷണം പോലെ ഇരിക്കുള്ളൂ പപ്പായ കിട്ടല്. അപ്പോൾ നമ്മൾ പപ്പായ നടുമ്പോൾ തുടങ്ങി നമ്മൾ വേപ്പെണ്ണ അതേപോലെ സൂഡോമോണസൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ വൈറസ് രോഗങ്ങളും മുരടിപ്പൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ വേനൽക്കാലമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി, ഫിഷ് അമിനോ അതൊക്കെ നമുക്ക് തടത്തിൽ സ്ലറി രൂപത്തിൽ കൊടുത്താൽ മതി പപ്പായ മരത്തിന്. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വളർന്നു കിട്ടും. പിന്നെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇനമാണ്. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ഇന്ന് ഇതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും റെഡ് ലേഡി പപ്പായയുടെ തൈയൊക്കെ മേടിച്ച് നടണം. അപ്പോൾ ഇത് വേറൊരു റെഡ് ലേഡിയുടെ പപ്പായയുടെ തൈയാണ് കണ്ട. ഇത് നമുക്ക് താഴ്ന്ന ഇങ്ങനെ കായ്ച്ചിപ്പോൾ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതും കണ്ടില്ല, നമുക്ക് ഇഷ്ടംപോലെ പപ്പായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഇതൊരു നീളം വെറൈറ്റിയാണ് കേട്ടോ. ഇത് പല പല വെറൈറ്റി ഉണ്ട് റെഡ് ലേഡിയിൽ. പുരുണ്ടതുണ്ട്, നീളനുണ്ട്, നമുക്ക് കടകളിൽ തന്നെ കണ്ടിട്ടില്ല പല പല വെറൈറ്റി. അപ്പോൾ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ. കാരണം പപ്പായ കഴിച്ചാൽ തന്നെ കുറേ അസുഖങ്ങളൊക്കെ കുറയും. നമുക്ക് കറി വെച്ച് കഴിക്കാം, പച്ചനെ കഴിക്കാം. കൃമിശല്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കുട്ടികളിൽ ഉണ്ടാവണം. നമുക്ക് പച്ചനെ തന്നെ കഴിക്കാം, പിന്നെ കറി വെച്ച് കഴിക്കാം, പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം. എല്ലാത്തിനും പറ്റിയാണ് പപ്പായ. വെറുതെ കഴിക്കാനും ഫ്രൂട്ടായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ യാതൊരു മരുന്ന് അല്ലെങ്കിൽ ഈ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാണ്ടാണ് നമ്മൾ പപ്പായ വളർത്തുന്നത്. അപ്പോൾ പപ്പായൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പച്ചക്കറിയായിട്ടും ഫ്രൂട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണല്ലോ. അപ്പോൾ എല്ലാവരും ഈ പപ്പായയുടെ മരമൊക്കെ വെച്ച് പിടിപ്പിക്കണം. അപ്പം ഇത് വേറൊരു പപ്പായയുടെ മരമാണ് കണ്ട. ഇതും നമുക്ക് താഴെ തന്നെ പപ്പായ നമ്മൾ പറിച്ചെടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പപ്പായ ഇതുമലും പപ്പായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 1-2 പപ്പായമാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പപ്പായ കഴിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതുമലും പല ടൈമിൽ നടണ പപ്പായ മരങ്ങളായിരിക്കണം. നമ്മളിപ്പോൾ ഒരു മാസം ഒരു പപ്പായ നട്ടാൽ അടുത്ത മാസം ഒരു പപ്പായ, 3 പപ്പായ മരം 3 മാസം നട്ടാൽ നമുക്ക് വർഷം മുഴുവൻ പപ്പായ കഴിക്കാം. അപ്പോൾ പപ്പായ മരമൊക്കെ എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.